മലങ്കര യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസന മുൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ അക്കൗണ്ടിൽ നിന്ന് 15 ലക്ഷത്തോളം രൂപ ഓൺലൈൻ മുഖാന്തരം തട്ടിച്ചതായി പരാതി. ഔദ്യോഗിക സ്ഥാനം ഒഴിഞ്ഞ ശേഷം ആനിക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ദേയറയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ CBIയിൽ നിന്നെന്ന വ്യാജേന ചിലർ ഫോണിൽ ബന്ധപ്പെട്ടു. മുംബൈയിലെ നരേഷ് ഗോയൽ എന്നയാൾ ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർ കൂറിലോസിന്റെ പേരുമുണ്ടെന്ന് അറിയിച്ചു. ഇത് വ്യക്തമാക്കുന്ന ചില വ്യാജരേഖകൾ കാട്ടുകയും ഓൺലൈൻ മാർഗം ഓഗസ്റ്റ് 2-ന് ജുഡീഷ്യൽ വിചാരണ നടത്തുകയും ചെയ്തു. കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനായി തട്ടിപ്പ് സംഘം അവരുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നൽകി. തുടർന്ന് മുൻ മെത്രാപ്പൊലിത്തയുടെ അക്കൗണ്ടിൽ നിന്ന് 2 ദിവസങ്ങളിലായി 15,11,186 രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്ത് തന്നെയായാലും കൂറിലോസിന്റെ അക്കൗണ്ടിൽ കിടന്ന പണം ദരിദ്രരായ ഒരു സഭാവിശ്വാസികൾക്ക് ഒരു കാലത്ത് ഉപകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കുറച്ച് നഷ്ടപ്പെട്ടതിൽ തങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിലും ചില സംശയങ്ങൾ വിശ്വാസികൾക്ക് ചോദിക്കാനുണ്ട്. കൂറിലോസിന്റെ കൈകൾ സംശുദ്ധമാണെങ്കിൽ എന്തിന് കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് തട്ടിപ്പുകാർ പറഞ്ഞ കാര്യങ്ങളും ആരോപണവും കൂറിലോസ് അച്ഛൻ വിശ്വസിച്ചു. താൻ കള്ളപ്പണ ഇടപാട് ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ എന്തിന് ഓൺലൈൻ വിചാരണയ്ക്ക് കൂറിലോസ് ഇരുന്നു കൊടുക്കേണ്ടി വന്നു? ഓൺലൈൻ വിചാരണയിൽ തട്ടിപ്പുകാർ ആരോപിച്ച കുറ്റങ്ങൾ സമ്മതിച്ചത് കൊണ്ടല്ലേ പിഴയടയ്ക്കാൻ കൂറിലോസ് തീരുമാനിച്ചതും അവർക്ക് പണം കൈമാറ്റം ചെയ്തതും? അതിനർത്ഥം കൂറിലോസ് കള്ളപ്പണ ഇടപാടുകളിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ഇത്തരം അസന്മാർഗിക ഇടപാടുകളിൽപ്പെട്ട് കെണികളിൽ വീണത് കൊണ്ടല്ലേ ഇത്രയും നാളും ക്രിസ്ത്യാനികൾ നേരിടുന്ന ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ന്യൂനപക്ഷ സംവരണം എന്ന് തുടങ്ങി കേരള സ്റ്റോറി എന്ന സിനിമ വരെയുള്ള സർവ്വ വിഷയത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ശത്രുക്കൾക്ക് വേണ്ടി കൂറിലോസ് സംസാരിച്ചത്? എന്തുതന്നെയായാലും ഗീവർഗീസ് കൂറിലോസ് മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് തുടരുന്നതിലെ അപകടം മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹത്തെ സ്ഥാനമൊഴിഞ്ഞ് വിശ്രമ ജീവിതത്തിന് പോകുവാൻ നിർദ്ദേശിച്ച യാക്കോബായ സഭാ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു സഭയുടെ മാത്രം പ്രശ്നമല്ല. ഇത്തരം പുഴുക്കുത്തുകൾ എല്ലാ സഭകളിലുമുണ്ട്. എറണാകുളത്തെ പ്രശസ്തമായ പള്ളിയിൽ തന്റെ മുറിയിൽ ആരും അറിയാത്ത ഗസ്റ്റിനെ പാർപ്പിച്ച വിമതന്മാരുടെ ആശ്രിതനായ പുരോഹിതനും ഉഡായിപ്പ് പരിപാടികൾക്ക് പോയി എറണാകുളത്തെ തന്നെ ഹോട്ടലിൽ വെച്ച് പണി മേടിച്ച പഴയ ഭാര്യ അബൂബക്കറിന്റെ കൂട്ടാളിയായ പുരോഹിതനുമെല്ലാം ഇപ്പോഴും തന്റെ കരങ്ങളിൽ തിരുവോസ്തി ഉയർത്തുന്നത് വിശ്വാസികൾ വേദനയോട് കണ്ടു നിൽക്കുകയാണെന്നത് മറക്കരുത്. ഗീവർഗീസ് കൂറിലോസിനെ സ്ഥാനത്തു നിന്നും നീക്കി വിശ്രമ ജീവിതത്തിന് അയച്ച യാക്കോബായ സഭാ നേതൃത്വത്തെ തീരുമാനം ശരിയായിരുന്നുവെന്നാണ് ഓൺലൈൻ തട്ടിപ്പിന് കൂറിലോസ് ഇരയായ സംഭവം കാട്ടിത്തരുന്നത്. ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കട്ടെ.